ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മൈ ട്രേഡിംഗ് എക്സ്പീരിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിത്ത് എ ലോങ് ടൈം, ഒരു വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും കാണുന്നു. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം നിങ്ങളെല്ലാവരും വലിയ ഒരു പ്രോ ലെവൽ ട്രേഡർമാരൊക്കെ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എസ്പെഷ്യലി ഷെയർ ട്രേഡിങ്ങിനെ കുറിച്ച്, ഇൻഡെക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ്. ഇൻഡെക്സ് ട്രേഡിങ്ങിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ട്രേഡിങ്ങിനെ കുറിച്ച് ആണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡിൽ, ഇന്ത്യൻ ഇൻഡെക്സ് ട്രേഡിങ്ങിൽ ഒരുപാട് ഇൻഡെക്സുകളുണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട്. അതിൽ ബാങ്ക് നിഫ്റ്റി ഒരു കാലത്ത് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ട്രേഡിങ് മൊഡ്യൂളായിരുന്നു ഈ ഇൻഡെക്സ് ട്രേഡിങ്ങിലെ ഈ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഗ്ലാമറൊക്കെ ഒന്ന് കുറഞ്ഞു. അത് വീക്കിലി എക്സ്പയറിയിൽ അതിപ്പോൾ ബുധനാഴ്ചയായി. അതുപോലെ തന്നെ അതിൻ്റെ വോളിയം ഏതാണ്ട് 47,000 നിൽക്കുകയാണ് അതിൻ്റെ വാല്യൂ. ഒപ്പം അതിൻ്റെ ലോട്ട് സൈസൊക്കെ മാറി, 25 നിന്ന് 15 ആയി. ഇനി എന്താണെങ്കിലും ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾക്ക് ഈ ഇൻഡെക്സ് ട്രേഡിങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അവരെല്ലാവരും ഇപ്പോൾ ഫോറക്സ് ട്രേഡിൻ്റെ പുറകെയാണ്. ഫോറക്സ് ട്രേഡ് വളരെ വലിയൊരു മാർക്കറ്റാണ്. ഇതുപോലത്തെ ഒരു വോളിയൊന്നും അല്ല ഫോറക്സ് ട്രേഡിലുള്ളത്. വളരെ വലിയ വോളിയമാണ്. US30 ഗോൾഡ് ഒക്കെ ചെയ്യുന്നവർക്കറിയാം, വളരെ വലിയൊരു മാർക്കറ്റാണ്. എല്ലാവരും ഇപ്പോൾ അതിൻ്റെ പുറകെയാണ്. നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 19,000 സാറുമാരും അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്, അത് പഠിച്ചെടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഫോറക്സ് ട്രേഡിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ US30 അതുപോലെ തന്നെ ഗോൾഡ് ട്രേഡൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഞാനും ചെയ്യുന്നുണ്ട്. സൂക്ഷിച്ച് ചെയ്യുക. അത് ഒരു ഇപ്പോൾ അതിൻ്റെ ചെറിയ ഓപ്ഷൻ, ചെറിയ ഒരു .1 ഓപ്ഷനൊക്കെ എടുത്ത് ചെയ്യുക. ചെറിയൊരു വലിയ ഒരു ഹെഡ്ജ് മൊഡ്യൂളിൽ അത് ചെയ്ത് പഠിക്കുക. അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും, നല്ല സംഗതിയാണത്. അത് പഠിച്ചില്ലെങ്കിൽ, അത് പഠിക്കാതെ അതിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ, ഫോറക്സ് ട്രേഡ് ചെയ്തു കഴിഞ്ഞാൽ ഓർക്ക് അത് ഒറ്റ മൂച്ചിന് കെൻറ്റി ചാടിയാൽ 9 മൂച്ചിന് കെൻറ്റിന്ന് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ചെല്ലും. അത് പഠിച്ചെടുക്കാനും ആ ട്രേഡ് എടുക്കാനും വളരെ പെട്ടെന്ന് സാധിക്കും. ഒരു അക്കൗണ്ട് തുടങ്ങാനൊക്കെ സാധിക്കും. ഞാൻ ടിക്മില്ലാണ് ചെയ്യുന്നത്. ഒരു ഫോറക്സ് ട്രേഡിനെ കുറിച്ച്, അതിനെക്കുറിച്ച് ഒരു അക്കൗണ്ട് എടുത്ത് അത് ചെയ്തു തുടങ്ങാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ അതിൽ നിന്ന് കയറിപ്പോരാൻ, നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ കയറിപ്പോരാൻ വളരെ പ്രയാസകരമാണ്. ഇതിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് വ്യത്യസ്തമായിരിക്കുന്നു, ഓപ്ഷൻ ട്രേഡ് വ്യത്യസ്തമായിരിക്കുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം എന്നൊക്കെ പറയുന്ന പോലെയാണ്. കുറേ ഇന്ത്യൻ ബാങ്കുകളുടെ ഒരു ഷെയർ ആണത്. അത് കയറുന്നതിനും ഇറങ്ങുന്നതിനും നമുക്കൊരു കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ബാങ്ക് നിഫ്റ്റി ട്രേഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ സംസാരിക്കുന്നതും ഇന്നിപ്പോൾ പറയുന്നതും ഈ ബാങ്ക് നിഫ്റ്റി ട്രേഡിനെ കുറിച്ചാണ്. ബാങ്ക് നിഫ്റ്റിയിലെ F&O സെഗ്മെന്റിനെ കുറിച്ച്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ നമുക്കറിയാം, ഇന്ന് ഈ ഓപ്ഷൻ F&O സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ, അതിൽ തന്നെ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും വളരെ ആകർഷിക്കുന്ന ഒരു സംഗതിയാണത്. പക്ഷേ ഒരുപാട് പേർക്ക് നഷ്ടങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ, നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. നമ്മൾ ഇതിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രാറ്റജീസ് പഠിച്ചിട്ടും നഷ്ടം വരുന്നതിൻ്റെ കാരണം ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനും കാണുക. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് നഷ്ടം വരുന്ന ഒരു ട്രേഡിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ടിപ്പും നമ്മൾ പറയുന്നുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം, ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. അത് ഒരു വ്യക്തി, അദ്ദേഹം നിലവിളിക്കുകയാണ്. അദ്ദേഹം ഒരു കാറിൽ ഇരുന്നിട്ടാണ് ആ വീഡിയോ ചെയ്തത്. അദ്ദേഹം ആ വീഡിയോയിൽ നിലവിളിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഒരു സംഗതി ഇതാണ്: അദ്ദേഹം ഇവിടുത്തെ യൂട്യൂബർമാരെ മുഴുവൻ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റ് പഠിപ്പിക്കുന്ന യൂട്യൂബർമാരെ മുഴുവൻ ചീത്ത വിളിക്കുകയാണ്. ഇവൻ്റെയൊക്കെ വാക്ക് വിശ്വസിച്ചിട്ട് എനിക്ക് നഷ്ടം പറ്റി, എനിക്കൊരു 10 ലക്ഷം രൂപ നഷ്ടം പറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം നിലവിളിക്കുക. 1-2 ലക്ഷം പേര് ആ വീഡിയോ കണ്ടു. അപ്പോൾ ആ വ്യക്തി പറയുന്നതിൽ, അത് നേരോ നുണയോ ആയിക്കോട്ടെ, എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാവും അത് ഒരു സത്യമായ ഒരു കാര്യം ആണ് അദ്ദേഹം ഈ വിളിച്ചു പറയുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിന് ഒരു ഉത്തരം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ F&O സെഗ്മെന്റിനെ കുറിച്ച്, ഇന്ത്യൻ ഇൻഡെക്സിനെ കുറിച്ച്, ട്രേഡിങ്ങിനെ കുറിച്ച്, F&O സെഗ്മെന്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഐ ആം നോട്ട് എ രജിസ്റ്റേർഡ് ഇക്വിറ്റി അനലിസ്റ്റ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇക്വിറ്റി അനലിസ്റ്റ് അല്ല. ഞാൻ ട്രേഡിങ് നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതല്ല. ഞാൻ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിലെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രൈക്ക് പ്രൈസ് പോലും നിങ്ങളോട് വാങ്ങിക്കാനോ വിൽക്കാനോ ഹോൾഡ് ചെയ്യാനോ ഒന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. മറിച്ച് ഇതിൽ വരുന്ന ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ.
അതാദ്യമേ മനസ്സിലാക്കുക. ഇതിന് അതുപോലെ തന്നെ ഈ എൻ്റെ ഒരു ക്വാളിഫിക്കേഷനിൽ ഞാൻ എന്തുകൊണ്ട് പറയാം, ഞാൻ 2000 ഓൺവേഡ്സ് ഞാൻ ഷെയർ മാർക്കറ്റിലുണ്ട്. എറണാകുളത്തെ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ST റെഡിയാർ ബിൽഡിങ്ങിലെ ട്രേഡിങ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻഡെക്സ് ട്രേഡിങ്ങിലെ ബാങ്ക് നിഫ്റ്റി ഒക്കെ തുടങ്ങുന്ന കാലഘട്ടം എന്ന് പറയുന്ന 2004, 5, 6 കാലഘട്ടം മുതൽ ഞാൻ ഈ ഓപ്ഷൻ ട്രേഡിങ്ങിലുണ്ട്. ഞാനിപ്പോഴും ഒരു ഓപ്ഷൻ ട്രേഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് മനു മാത്യു, വീട് പെരുമ്പാവൂർ കോടനാടാണ്. ഞാനൊരു ഓപ്ഷൻ സെല്ലറാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് പ്രയോജനം ചെയ്യുന്നത് ബിഗിനേഴ്സിന്, ഇതിൻ്റെ സ്ട്രാറ്റജീസും ഇതിൻ്റെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും എല്ലാം പഠിച്ചിട്ട് നഷ്ടം വന്നിട്ടുള്ള ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ അവർക്കൊരു പ്രയോജനം ചെയ്യും. അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവർ മാത്രം കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി, ലൈക്ക് ചെയ്താൽ മതി. വീഡിയോ ഇത് തുടങ്ങുന്നതിന് മുമ്പേ ആളെ കൂട്ടുന്ന പരിപാടിയൊന്നും നമുക്കില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ കേൾക്കുക. അപ്പോൾ ആ വീഡിയോയിൽ ആ വ്യക്തി പറഞ്ഞതിന് നമുക്കൊരു ഉത്തരം തന്നെ നമുക്ക് ആദ്യം ഒന്ന് പറയാം. ആ വ്യക്തി നിലവിളിക്കുകയാണ്. ഓപ്ഷൻ ട്രേഡിങ്ങിൽ അദ്ദേഹത്തിൻ്റെ 10 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹം ആ യൂട്യൂബർമാർ പറയുന്നത് ഇവരുടെയൊക്കെ വാക്ക് വിശ്വസിച്ച് ഞാൻ ട്രേഡ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ 10 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ സുഹൃത്തിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് സുഹൃത്ത് താങ്കളുടെ 10 ലക്ഷം രൂപ നഷ്ടപ്പെട്ടത്? ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഒരു 10 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ നഷ്ടം പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 10 ലക്ഷം രൂപ ക്യാപിറ്റലിൽ 10 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുക, 10 ലക്ഷം രൂപ നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല അല്ലേ? അത് നിങ്ങൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾക്ക് അനുകൂലമായാൽ മതി നിങ്ങൾക്ക് അത് ലാഭം കിട്ടാൻ. നിങ്ങൾ എടുക്കുന്ന ഒരു സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾക്ക് പ്രതികൂലമായാൽ മതി നിങ്ങൾക്ക് അത് നഷ്ടം സംഭവിക്കാൻ. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ നല്ലൊരു ഇൻസൈഡ് ഒരു കോള് ബൈ ചെയ്താൽ അല്ലെങ്കിൽ ഒരു പുട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു 100 or 1000 ക്വാണ്ടിറ്റി ബൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 100 ക്വാണ്ടിറ്റി നിങ്ങൾ പുട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 10 ലക്ഷം പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു അതിൽ കൂടുതൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഇതൊന്നും വേണ്ട. ആ ട്രേഡ് നിങ്ങൾക്ക് അനുകൂലമായാൽ മതി. നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനും അത്ര തന്നെ മതി. നിങ്ങൾ ബൈ ചെയ്യുന്നത് നേരെ ആ ട്രേഡ് മാറിയാൽ മതി. നിങ്ങൾ ഒരു കോള് മാർക്കറ്റ് ബെയറിഷ് ട്രെൻഡിൽ നിങ്ങളൊരു കോള് സെല്ല് ചെയ്തിട്ട് മാർക്കറ്റ് തിരിഞ്ഞ് അതൊരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ 10 ലക്ഷം രൂപ നഷ്ടം വരാം. പക്ഷേ ഇവിടെ ഈ ബിഗിനേഴ്സ് ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഈ ഓപ്ഷൻ ട്രേഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കാരണവശാലും ഒരു വൺ സൈഡ് ട്രേഡ് നിങ്ങൾ എടുക്കാതിരിക്കുക. നോട്ട് മീ മൈ എക്സ്പീരിയൻസ് ഈസ് സോ. നിങ്ങളൊരു വൺ സൈഡ് ട്രേഡ് എടുക്കാതിരിക്കുക. ആദ്യം ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ ആദ്യമേ പഠിക്കുക. അത് യഥാർത്ഥത്തിൽ എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. അത് ആദ്യമേ പഠിക്കുക. അതിൽ എന്താണ് അതിൻ്റെ ഒരു നിർവചനം, എന്താണ് ഈ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്കറിയോ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും എളുപ്പത്തിലൊരു നിർവചനം പറയാം. ഈ ലോകത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്ന് പറയുന്ന ആരാണെന്നറിയോ? അല്ലെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ മിടുക്കൻ, ഏറ്റവും വലിയ മിടുക്കി എന്ന് പറയുന്ന ആരാണെന്നറിയോ? അതൊരു ഹോളിവുഡ് ആക്ടറോ, ടോം ക്രൂയിസോ, നമ്മുടെ ഇവിടുത്തെ മമ്മൂട്ടിയോ, മോഹൻലാലോ, ദുൽഖർ സൽമാനോ, പൃഥ്വിരാജോ, ഫഹദ് ഫാസിലൊന്നും അല്ല. ഏറ്റവും നല്ല ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല മിടുക്കൻ എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ട്രേഡറാണ്. ഒരു 10 ലക്ഷം രൂപ ക്യാപിറ്റലിൽ 1 ലക്ഷം രൂപ ഡെയിലി ഉണ്ടാക്കുന്നവനാണ് ഏറ്റവും മിടുക്കൻ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ വ്യക്തികൾക്കൊക്കെ പാരമ്പര്യമായിട്ട് അവരുടെ പിതാക്കന്മാർ ചെയ്തു കൊടുത്ത വഴി തെളിച്ചു കൊടുത്ത പാതയിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ സൗഭാഗ്യങ്ങൾ പിൻപറ്റിയിട്ടുള്ളവരാണ് അവരൊക്കെ. നേരെ മറിച്ച് ഒരു ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ച് അതിൻ്റെ മർമ്മം പഠിക്കുക എന്ന ഒറ്റ കാര്യമുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് പാരമ്പര്യമായി കിട്ടുന്ന ഒരു സംഗതി ഒന്നും അല്ല അത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 10 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം രൂപ ഇവിടെ ആർക്ക് കിട്ടുന്നുണ്ട്? എങ്ങനെയാണ് കിട്ടുന്നത്? ഇത് കിട്ടാതിരിക്കാൻ ഇവിടെ യാതൊരു വഴിയുമില്ല. നിങ്ങൾ ഒരു മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഒരു 500 പോയിന്റ് മുകളിൽ ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ റാലി തുടരുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1000 ലോട്ട് നിങ്ങൾ 100 രൂപയ്ക്കോ 300 രൂപയ്ക്കോ മേടിക്കുന്ന ഒരു കോൾ ഓപ്ഷൻ അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 1000 2000 ആവാം ഇതിനകത്ത്. അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 lakh പ്രോഫിറ്റ് കിട്ടും അല്ലേ? അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മാർക്കറ്റ് ബുള്ളിഷ് ട്രെൻഡിലാണെങ്കിൽ നിങ്ങൾ ഒരു കോൾ ബൈ ചെയ്യാം, നിങ്ങൾക്ക് പുട്ട് സെല്ല് ചെയ്യാം. നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്യാപിറ്റൽ കിട്ടും. ബെയറിഷ് ആണെങ്കിൽ ഒരു കോൾ സെല്ല് ചെയ്യാം അല്ലെങ്കിൽ ഒരു പുട്ട് ബൈ ചെയ്യാം. അപ്പോഴും ഈ പറയുന്ന പ്രോഫിറ്റ് ഇതിനകത്ത് കിട്ടാല്ല. അത് പ്രോഫിറ്റ് കിട്ടുന്ന ഒന്നാണ് ഈ ഓപ്ഷൻ ട്രേഡിംഗ്, F&O സെഗ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, ഇത് ആർക്ക് കിട്ടുന്നു? ആർക്കാണ് ഇത് കിട്ടുന്നത്? അത്രേ ഉള്ളൂ. ഇത് അധികം ആർക്കും കിട്ടുന്നില്ല.
ഇത് അധികം ആർക്കും കിട്ടുന്നില്ല. കാരണം ഇത് കിട്ടണമെങ്കിൽ ഇത് കിട്ടില്ല എന്ന് ആർക്കും പറയാനും പറ്റില്ല. കാരണം നിങ്ങൾ പേപ്പർ ട്രേഡിൽ നിന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ദിവസം രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ നിങ്ങൾ ഒരു 300 രൂപയുടെ ഒരു കോൾ 1000 മേടിച്ചു എന്ന് എഴുതി വെക്കുക. ഒരു പേപ്പർ ട്രേഡ് നോക്കുക, വൈകുന്നേരം ആ കോളിൻ്റെ റേറ്റ് നോക്കുക, ആ 300 എന്നുള്ളത് ചിലപ്പോൾ 3000 ആയി കഴിയും. ആ 3000 ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പേപ്പറിൽ ആ പ്രോഫിറ്റ് കാണാൻ പറ്റും. പക്ഷേ റിയൽ ട്രേഡിൽ അത് കിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ആ നിർവചനം ആദ്യം മനസ്സിലാക്കാം. ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു 1000 പേജ് ഉള്ള ഒരു ബുക്കാണെന്ന് കൂട്ടുക. 1000 പേജുള്ള ഒരു ബുക്കിൽ ആദ്യത്തെ പേജും ആദ്യത്തെ വരികളുമാണ് ഈ ട്രേഡിങ്ങിലേക്ക് വരുന്ന 99% പേരും പഠിക്കുന്നത്. ഈ 99% പേരും ഈ ട്രേഡിംഗ് മാത്രം പഠിച്ചിട്ട്, ആദ്യത്തെ ആ വരികൾ മാത്രം പഠിച്ചിട്ടാണ് ഈ ട്രേഡിങ്ങിലേക്ക് വരുന്നത്. അതാണ് ഇതിൽ പരാജയപ്പെടാൻ, ഈ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരുന്നവർക്ക് നഷ്ടം വരാനും പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ സങ്കീർണതകളും ഈ ഓപ്ഷൻ ട്രേഡിൻ്റെ നിർവചനവും ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജീസും ആദ്യത്തെ 1-2 വരികളിൽ മുഴുവനായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ 1-2 വരികൾ മുഴുവനായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ സങ്കീർണതകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡ് ആവുന്നു എന്ന് വിശ്വസിക്കുന്നതാണ് നിങ്ങൾക്ക് പറ്റുന്ന പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലവിളിച്ച വ്യക്തിക്ക് എനിക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ മറ്റൊരുത്തിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ട് നഷ്ടം പറ്റി എന്ന് പറയുമ്പോൾ ഓർക്കുക, 3 ആയാണ് നിങ്ങൾക്ക് നഷ്ടം വരുത്തുന്നത്. എന്താണ് ആ 3 ആ എന്ന് പറയുന്നത്? നിങ്ങൾ മലയാള അക്ഷരത്തിൽ നമ്മൾ ആ എന്ന അക്ഷരം, അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഈ ആ എന്ന അക്ഷരം എഴുതാൻ പഠിച്ച മലയാളിക്ക് ഈ ലോകത്ത് എവിടെയും ചെല്ലാൻ പറ്റും. ഈ ലോകത്ത് ഏത് വലിയ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തെയും കൈകാര്യം ചെയ്യാൻ പറ്റും. കാരണം അത്രയ്ക്ക് സങ്കീർണമായ അക്ഷരമാണ് ഈ ആ എന്ന് പറയുന്നത്. ഈ 3 ആയാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമ്മളെ നഷ്ടം വരുത്തുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അറിവില്ലായ്മ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് നഷ്ടം വരുത്തും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അത്യാഗ്രഹം നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് നഷ്ടം വരുത്തും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അഹങ്കാരം നിങ്ങൾക്ക് നഷ്ടം വരുത്തും, ഓപ്ഷൻ ട്രേഡിങ്ങിൽ നഷ്ടം വരുത്തും. ഇതിനെ 3നെ കുറിച്ച് പറയാൻ ഒരുപാട് സമയം എടുക്കും. ഇതൊരു 15 മിനിറ്റിൽ താഴെ ഈ വീഡിയോ നിർത്തുന്നത് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ ചുരുക്കി പറയാം. നമുക്ക് വളരെ ചുരുക്കി പറയാം. ഈ ആദ്യത്തെ അറിവില്ലായ്മ എങ്ങനെയാണ് നഷ്ടം വരുത്തുന്നത്? ഓപ്ഷൻ ട്രേഡിങ്ങിൽ ആ വ്യക്തി നിലവിളിച്ചത് എൻ്റെ കാശ് പോയി എന്ന് പറയുന്നത്, ആ അറിവില്ലായ്മ നഷ്ടം വരുത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഓർക്കുക, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, 1000 പേജിലെ ആദ്യത്തെ വരികൾ മാത്രം പഠിച്ചിട്ട് ഈ ട്രേഡിങ്ങിലേക്ക് വരരുത്. എന്താണ് ഈ ആദ്യത്തെ വരികൾ എന്ന് പറയുന്നത്? ആദ്യത്തെ വരികൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എടുക്കുന്ന ഒരു ട്രേഡിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു ക്യാപിറ്റലിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നതാണ് ആദ്യത്തെ വരി. ആ ആദ്യത്തെ വരി വളരെ മനോഹരമാണ്, വായിക്കാൻ വളരെ മനോഹരമാണ്. ഒരു ഉദാഹരണമാണ്, 10,000 രൂപ ക്യാപിറ്റലിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യം. ആ പറയുന്നതിൽ തെറ്റില്ല, അത് ശരിയായൊരു കാര്യമാണ്, അത് വളരെ ശരിയായൊരു കാര്യമാണ്. ആദ്യത്തെ വരിയിൽ ഉൾപ്പെട്ട ആ ഒരു കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ട്രേഡ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ നഷ്ടത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. മനസ്സിലാക്കിക്കൊള്ളുക. കാരണം ഒരു ഓപ്ഷൻ ബയർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടാൻ മാർക്കറ്റ് ഏത് സൈഡിലേക്കാണോ ആ സൈഡിൽ തന്നെ നല്ല ഒരു വോളറ്റൈൽ മാർക്കറ്റ് മൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നിങ്ങൾ ഒരു കോൾ ഓപ്ഷൻ മേടിക്കുകയാണെങ്കിൽ ഓർക്കുക, മാർക്കറ്റ് വളരെ നന്നായി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നാലാണ് നിങ്ങൾക്ക് അതിന് പ്രയോജനം കിട്ടുള്ളൂ. നേരെ മറിച്ച് ഒരു ബെയറിഷ് ട്രെൻഡിൽ അതുപോലെ തന്നെ നല്ലൊരു ക്ലിയർ ബെയറിഷ് ട്രെൻഡിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ, ഒരു പുട്ട് ഓപ്ഷൻ നിങ്ങൾ ബൈ ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഓർക്കുക, ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്ക് എപ്പോഴും നഷ്ടം വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ ഈ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഈ സ്ട്രാറ്റജീസ് അത് നിങ്ങളെ സഹായിക്കാൻ പറ്റാതെ വരും നിങ്ങൾക്ക്. കാരണം അത് ഡീക്കേടിച്ച് പോകും. നിങ്ങൾ 100 രൂപയ്ക്ക് മേടിച്ച ഒരു ഓപ്ഷൻ, ഒരു കോൾ ഓപ്ഷൻ ബുള്ളിഷ് ട്രെൻഡ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മേടിച്ച ഒരു ഓപ്ഷൻ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ആ മാർക്കറ്റ് ഒരു സൈഡ് വേസ് ട്രെൻഡിലേക്ക് പോയാൽ ആ 100 രൂപ ഡീക്കേ അടിക്കും. ആ 100 രൂപ നിങ്ങൾക്ക് ഡീക്കേ അടിച്ച് പോകും, അതിനകത്ത് നഷ്ടം വരും. അപ്പോൾ നിങ്ങളുടെ ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത്, നിങ്ങൾ പഠിച്ചിരിക്കുന്ന സ്ട്രാറ്റജീസ്, കുറേ സ്ട്രാറ്റജീസ് ഉണ്ട് ഇവിടെ, എണ്ണിയാൽ ഒടുങ്ങാത്ത സ്ട്രാറ്റജീസ് ഉണ്ട് ഇവിടെ. ലോങ് സ്ട്രാങ്കിൾ, ഷോർട്ട് സ്ട്രാങ്കിൾ, കലണ്ടർ സ്പ്രെഡ്, ചിക്കൻ കൗണ്ടർ, ബട്ടർ ബീഫ് കൗണ്ടർ, അയൺ, അങ്ങനെ ജീപ്പ് ഓപ്ഷൻ, അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. നമ്മൾ ആദ്യം വിചാരിക്കും എല്ലാം ഈ സ്ട്രാറ്റജീസ് പഠിച്ചാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന്. അത് അറിവില്ലായ്മയുടെ മറ്റൊരു വശമാണത്.
നിങ്ങളുടെ ആ കാര്യം, നിങ്ങളുടെ ആ സ്ട്രാറ്റജീസ് കേവലം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അറ്റ് ദ മണി കോളും പുട്ടും ബൈ ചെയ്യുന്നത്. അതൊരു ലോങ് സ്ട്രാറ്റിൽ നിന്ന് നമുക്ക് വിളിക്കാം. അതൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങളൊരു പുട്ട് ഓപ്ഷൻ മേടിച്ചു, മാർക്കറ്റിൻ്റെ ബിയർ ട്രെൻഡിൽ നിങ്ങളൊരു പുട്ട് ഓപ്ഷൻ മേടിച്ചു, മാർക്കറ്റ് നേരെ തിരിഞ്ഞു ബുള്ളിഷ് ട്രെൻഡിലേക്ക് വരുന്നു. ആ ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് എഗെയിൻസ്റ്റ് ആയാൽ പോലും നിങ്ങളെ സംരക്ഷിക്കുന്ന ഒന്നാണ് അറ്റ് ദ മണിയിൽ ഒരു കോളും പുട്ടും മേടിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു വൺ സൈഡ് ഡീക്കേ അടിച്ചാലും മറ്റൊരു സൈഡിൽ പ്രോഫിറ്റ് കിട്ടും. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. പക്ഷേ ഇവിടെ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അതൊരു ഹെഡ്ജിലായിരിക്കില്ല ആ ട്രേഡ് വരുന്നത്. നിങ്ങൾ 100 രൂപയുടെ ഓപ്ഷൻ മേടിച്ചിട്ടാൽ ഒരു കോളും പുട്ടും മേടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഹൈ വോളറ്റൈലിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് വൺ സൈഡിൽ നിങ്ങൾക്ക് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടും. പക്ഷെ നിങ്ങൾ മേടിച്ചതിന് ശേഷം ആ മാർക്കറ്റ് ഒരു കൺസോളിഡേഷനിലേക്ക് വന്നാൽ ഓർക്കുക, ഈ രണ്ട് സൈഡ് നിങ്ങൾക്ക് നഷ്ടം വരും. അതുപോലെ തന്നെ ഡേഞ്ചറസ് ആണ് അറ്റ് ദ മണിയിൽ ഒരു കോളും പുട്ടും സെല്ല് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. അതൊരു ഷോർട്ട് സ്ട്രാഡിലായിക്കോട്ടെ. ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ ഓർക്കുക, ആ ഷോർട്ട് സ്ട്രാഡിൽ നിങ്ങൾ അറ്റ് ദ മണി കോളും പുട്ടും സെല്ല് ചെയ്യുന്ന എന്തിനാ? ഒരു ബാങ്ക് നിഫ്റ്റിയുടെ നിയറസ്റ്റ് എക്സ്പയറി ടൈമിലാണെങ്കിൽ അത് രണ്ടും ഡീക്കേ അടിച്ചു പോകും. ഈ രണ്ടും ഡീക്കേ അടിച്ചു പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മുഴുവൻ ബെനിഫിറ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തിയറി, ആ ഒരു സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നിങ്ങളൊരു ചെറിയൊരു കോളും സെല്ല്, ഒരു 100 രൂപയുടെ കോള് സെല്ല് ചെയ്തു, ഒരു 100 രൂപയുടെ പുട്ട് സെല്ല് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ പുട്ട് സെല്ല് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു സൈഡിലേക്ക് വളരെ പെട്ടെന്നൊരു മൂവ്മെന്റ് അങ്ങ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് നിങ്ങൾ കോള് സെല്ല് ചെയ്തു, മാർക്കറ്റ് ഒരു ഹൈ ബുള്ളിഷ് ട്രെൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പുട്ടിന്റെ മുഴുവൻ ഡീക്കേ കിട്ടും, ആ ബെനിഫിറ്റ് കിട്ടും, ആ 100 പോയിന്റ് കിട്ടും. പക്ഷെ നിങ്ങൾ 100 രൂപയ്ക്ക് സെല്ല് ചെയ്ത പുട്ട്, 100 രൂപയ്ക്ക് സെല്ല് ചെയ്ത കോള് അത് 1000ലേക്ക് പോകും. അപ്പോൾ എന്തുമാത്രം സ്ട്രാറ്റജീസ് പഠിച്ചു കഴിഞ്ഞാലും ഓർക്കുക, നിങ്ങളുടെ അറിവില്ലായ്മ എന്ന് പറയുന്നത് ഇവിടെയാണ്. ആ ഒറ്റ കാര്യത്തിൽ നിങ്ങൾ സ്ട്രക്കായി പോകരുത് എന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് സ്ട്രാറ്റജീസിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത്. ഒരുപാടുണ്ട് ഇതിനകത്ത് പറയാം. ഓരോ സ്ട്രാറ്റജീസിലും നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് ഇനി നമ്മളുടെ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പം ഇങ്ങനെ ഈ അറ്റ് ദ മണി കോളും പുട്ടും ബൈ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, അറ്റ് ദ മണി കോളും പുട്ടും സെല്ല് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്, മാർക്കറ്റ് നിങ്ങൾക്ക് പ്രതികൂലമായി കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, ആ കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളൊരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ, സെല്ലറാണെങ്കിൽ കൂടി, ഞാനൊരു ഓപ്ഷൻ സെല്ലറാണ് ആണെങ്കിൽ കൂടി ഓവർനൈറ്റ് ഹോൾഡിംഗ് എപ്പോഴും ഒഴിവാക്കുക. ഇനി ഓവർനൈറ്റ് ഹോൾഡിംഗ് ആണ് നിങ്ങൾക്ക് ചെയ്തേ പറ്റുമെങ്കിൽ അത് നിർബന്ധമായിട്ടൊരു ഹെഡ്ജ് മോഡിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അതൊരു കലണ്ടർ സ്പ്രെഡിലേക്ക് മാറ്റുക. എന്നിട്ട് അതിനെ ഹോൾഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നഷ്ടം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മളൊക്കെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് ഇത്രയോ കാര്യങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഈ പറഞ്ഞൊരു കാര്യം, നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ളൊരു നഷ്ടം വരുന്നത് എപ്പോഴും നമ്മൾ വൺ സൈഡ് എടുക്കുന്ന ഒരു ട്രേഡാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയൊരു ഓപ്ഷൻ മേടിച്ച് പരമാവധി ലാഭം എടുക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ട്രേഡാണ് നമുക്ക് ഏറ്റവും നഷ്ടം വരുന്നത്. അപ്പോൾ ആ ഒരു ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു ഹെഡ്ജ് മോഡിൽ അത് ചെയ്യുക. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത്, നിങ്ങൾ പഠിച്ച സ്ട്രാറ്റജീസ് അത് തെറ്റിക്കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റിൽ നിങ്ങൾക്ക് നഷ്ടം വന്നത് നിങ്ങൾക്ക് എക്സിറ്റ് ആവുക എന്നുള്ളതാണ്. നിങ്ങളൊരു കോളും പുട്ടും ബൈ ചെയ്തിട്ട് അത് കോൾ സൈഡ് നിങ്ങൾക്ക് അഗൈൻസ്റ്റ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ കോൾ സെല്ല് ചെയ്തു, മാർക്കറ്റ് തിരിച്ച് കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി തരാൻ പോകുന്ന ആ കോളിനെ നിങ്ങൾ പാടെ ഉപേക്ഷിക്കുക. നിങ്ങൾ അതിനെ സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ആവുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കോൾ ഓപ്ഷൻ നിങ്ങൾക്ക് മേടിക്കാം. ആ ട്രേഡ് എടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് പ്രധാനമാണ്. അല്ലെങ്കിൽ ആ വ്യക്തി നിലവിളിച്ചതുപോലെ എൻ്റെ 10 ലക്ഷം രൂപ പോയി എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ക്യാപിറ്റൽ മുഴുവൻ പോകും. അങ്ങനെ നഷ്ടപ്പെടുത്താൻ ഇടവരുത്തരുത്. നമ്മളൊരു സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ആവാൻ പഠിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയൊരു ടിപ്പാണ് ഞാൻ ഷെയർ ചെയ്തത്. എനിവേ, ഇപ്പോൾ ടൈം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും നിങ്ങൾ ഈ ട്രേഡിങ്ങിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, എപ്പോഴും ഓർക്കുക, നിങ്ങൾ വൺ സൈഡ് ട്രേഡ് ചെയ്യാതിരിക്കുക. ഇനി ട്രേഡ് ചെയ്താൽ തന്നെ അത് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാതിരിക്കുക. ഇനി ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യണമെങ്കിൽ അന്ന് തന്നെ ആ ട്രേഡ് ഒരു കലണ്ടർ സ്പ്രെഡിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹെഡ്ജിലേക്കോ
അത് വെച്ചിട്ട് അതിനെ സംരക്ഷിക്കുക. ഈ ഒരു കാര്യമാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.